ഈ പേരൊന്ന് ഓർത്ത് വെച്ചോട്ടോ, ഭൈരവ സൂപ്പർ മാർക്കറ്റ്. ഇപ്പോൾ ഒഷാവ അല്ലെങ്കിൽ ഒഷാവയോട് റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള റീജിയനിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഞങ്ങൾക്കിതൊരു പ്ലാൻഡ് ട്രിപ്പ് ആയിരുന്നില്ല. ഞങ്ങൾ ഒഷാവ ബീച്ച് വരെ വരണം എന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴെന്തായാലും ഞങ്ങൾ നോർമലി സ്കാർബറോയിലാണ് സാധനങ്ങൾ പച്ചക്കറികൾ, നമ്മുടെ പച്ചക്കറികളും സാധനങ്ങളും വാങ്ങിക്കാൻ പോകാറ്. പക്ഷേ ഒഷാവയിൽ വന്നപ്പോൾ ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാം. കാരണം സ്കാർബറോ വരെ പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ഒരു ഗ്രോസറി ഷോപ്പ് എന്ന് പറഞ്ഞ് വന്നപ്പോൾ കണ്ടൊരു കടയാണ് ഈ ഭൈരവ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഒഷാവയിൽ തന്നെയാണ് ഉള്ളത്. അഡ്രസ്സ് ഞാൻ താഴെ ഡീറ്റെയിൽസിൽ കൊടുത്തോളാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ഓരോരോ സാധനങ്ങൾ നോക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെപ്പോഴും ഉള്ളതാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ, നമ്മുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ശ്രീലങ്കൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും, അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നാലും അത് കാണുമ്പോൾ ഒരു കൗതുകമാണ്. അപ്പോൾ ഈ കടയിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി തുടങ്ങി. ഞാൻ വിചാരിക്കുന്നത് പച്ചക്കറികളുടെ ഒരു വലിയ സെക്ഷനൊന്നും അല്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ട നമ്മുടെ നാട്ടിലത്തെ പച്ചക്കറികളായിട്ടുള്ള സാധനങ്ങൾ, മുരിങ്ങക്കോല്, വെണ്ടയ്ക്ക, പയർ, കോവയ്ക്ക, നമ്മുടെ കറിവേപ്പില ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, നമുക്ക് എല്ലാ കറികൾക്കും വേണ്ടതാണ്. പച്ചമുളക്, അങ്ങനെ പോയിട്ട് അത്യാവശ്യം ഇപ്പോൾ ഒരു സാമ്പാർ വയ്ക്കാനോ ഒരു അവിയൽ വയ്ക്കാനോ വേണ്ട എല്ലാ പച്ചക്കറികളും നമുക്കവിടുന്ന് വാങ്ങിക്കാൻ പറ്റി. ഇതിനിടയിലൊന്ന് പറഞ്ഞോട്ടെ, പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, നമ്മൾ പോയ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം മേ ബി നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ട് എങ്ങാനും ഉപകാരപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ ഒഷാവയിൽ വരുന്നവരോ അങ്ങനെയുള്ള ഒഷാവയിൽ താമസിക്കുന്നവരോ അപ്പോൾ ഓൾറെഡി അറിയാത്തവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു ശ്രീലങ്കൻ കടയാണെന്നാണ് ഉള്ളിലോട്ട് കയറിയപ്പോൾ നമുക്ക് മനസ്സിലായത്. പിന്നെ പേര് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിൽ പോയപ്പോൾ റൈസ് ഐറ്റംസുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് ഗോതമ്പ് പൊടിയാണ്. അതിനിടയിൽ ഒരു ഐറ്റം കണ്ടു, ചക്കി ആട്ട. പക്ഷേ ഇത് പേരും അതിൻ്റെ സ്റ്റിക്കറും കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നും, നമ്മൾ നാട്ടിൽ കാണുന്ന ചക്കി ആട്ടയല്ല ഇത്, പക്ഷേ ഇതൊരു ചക്കി ആട്ടയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആവാതിരിക്കാം, അല്ലെങ്കിൽ സിമിലറായിട്ടൊരു കമ്പനി തുടങ്ങിയതായിരിക്കാം. എനിവേ, കുഞ്ഞാറ്റമാണ് നമ്മുടെ കാർട്ട് അല്ലെങ്കിൽ ആ ട്രേ തള്ളിക്കൊണ്ട് നടക്കുന്ന പരിപാടി കുഞ്ഞാറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലാണ്. അപ്പോൾ അടുത്തത് നമ്മൾ പോയത് ചട്ടി, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് മീൻ കറി വെക്കാനുള്ള ചട്ടി വേണമെന്നുള്ളത് അമ്മച്ചി മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൗവിൽ ഇങ്ങനത്തെ ചട്ടികൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. അത് കാരണം ഞങ്ങൾ 2-3 പ്രാവശ്യം വാങ്ങിച്ച് ഫെയിലായി, പിന്നെ ഞങ്ങൾ വാങ്ങിക്കാതെയായി. നമ്മൾ നോർമലി ഇവിടെയുള്ള പാത്രങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ മീൻ കറി അങ്ങനത്തെ കുക്കിംഗ് കാര്യങ്ങൾ ചെയ്യണം. എന്നാലും കണ്ടപ്പോഴൊരു കൗതുകം, കള്ളുകൂടം പോലൊരു സാധനം. എനിക്ക് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് നാട്ടിലത്തെ സോപ്പുകൾ, സന്തൂർ, ലൈഫ് ബോയ്, ഒരു നൊസ്റ്റാൾജിയല്ലേ, അങ്ങനെ കുറേ സോപ്പുകളൊക്കെ അവിടെ കണ്ടു. ഇതൊന്നും വാങ്ങിക്കാനല്ല, ഇവിടുത്തെ ക്ലൈമറ്റ് ചിലപ്പോൾ ഇത് പറ്റുമോ പറ്റില്ല എന്ന് എനിക്കറിയില്ല. സൺലൈറ്റ് അതും കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ ഞാനും കുഞ്ഞാറ്റും കൂടി ആ സെക്ഷനൊക്കെ ഒന്ന് പരതി ഇറങ്ങി. കുഞ്ഞാറ്റുവിന് ഞാൻ ഓരോന്ന് കാണിച്ചു കൊടുക്കായിരുന്നു, ഇതൊക്കെ നാട്ടിലത്തെ സാധനങ്ങളാണെന്നുള്ളത്. പിന്നെയുള്ളത് അച്ചാറിൻ്റെ ഒരു സെക്ഷൻ, കോക്കനട്ട് ഓയിലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ അച്ചാറിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെയുണ്ട്. നമ്മുടെ കേരള അച്ചാറുകളുണ്ട്, അതല്ലാണ്ട് തന്നെ തമിഴ് അവരുടെ അച്ചാറുകളുണ്ട്, ശ്രീലങ്കൻ ഇതായിട്ടുള്ള അവരുടെ അച്ചാറുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ കട മൊത്തത്തിൽ നോക്കിയപ്പോൾ ഒരു ഏഷ്യ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യൻ എന്നുള്ള, അല്ലെങ്കിൽ ശ്രീലങ്ക ഇന്ത്യ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് പ്രൊഡക്റ്റുകളാണ് അവിടെ കണ്ടത്. നമ്മുടെ കേരളത്തിലെ പ്രൊഡക്റ്റുകളുണ്ട്, ശ്രീലങ്കൻ പ്രൊഡക്റ്റുകളുണ്ട്, അല്ലാത്ത കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചിപ്സിൻ്റെ സാധനങ്ങളായാലും പൊടികളായാലും അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് താമസിക്കുന്നതല്ലേ, ഇതൊരു മസാലപ്പൊടിയുടെ സെക്ഷനാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് താമസിക്കുന്നവർക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ആ കടയിൽ പോയാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടി. ഇപ്പോൾ ഇത് ഡബിൾ ഹോഴ്സിൻ്റെ പൊടികളാണ്, പുട്ടുപൊടി, അപ്പം പൊടി, ഇൻസ്റ്റൻറ്റ് അപ്പം പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇടിയപ്പം, ചെമ്പാ പുട്ടുപൊടി, അങ്ങനെ. അപ്പോൾ ഒരു മലയാളി ഫാമിലി ആയിട്ട് ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതും കേരള ഫുഡ് ഐറ്റംസുകൾ തന്നെ ആയതുകൊണ്ട് അതിന് വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടാണ്. അപ്പോൾ അപ്പോൾ ഞങ്ങളിപ്പോൾ സാധാരണ നമ്മൾ ചില സ്കാർബറോയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 1-2 കടകളിൽ ഞങ്ങൾ പോകാറുണ്ട്. കാരണം ഒരു സാധനം തന്നെ, ചില സാധനങ്ങൾ നമുക്ക് ആ കടയിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ അടുത്ത കടയിലേക്ക് പോകും. അപ്പോൾ 2 കടയിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുക. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾക്കൊരു 85-90% സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് കിട്ടി. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി ചെറിയൊരു മീറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു ഉള്ളിലൊന്ന് കയറി നോക്കി. എനിക്കത്ര പ്രോമിസിങ് ആയിട്ട് തോന്നിയില്ല. ഉള്ള മീനുകളൊന്നും അത്ര നല്ല ക്വാളിറ്റിയുള്ള മീനുകളായിട്ടും തോന്നിയില്ല. കുറച്ച് പഴകിയ മീനുകളായിട്ട് എനിക്ക് തോന്നിയത്.
പിന്നെ അപ്പുറത്ത് കുറച്ച് മീറ്റിൻ്റെ സെക്ഷൻ ഉണ്ട്, കുറച്ച് മീനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഒരു ഞാൻ പേഴ്സണലി ചോദിച്ചാൽ ഞാൻ അവിടെ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കില്ല. അടുത്ത ഒരു സെക്ഷനാണ് ചായയുടെ സെക്ഷൻ. അപ്പോൾ കൂടുതൽ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു ഫ്രോസൺ സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ചിരകിയ തേങ്ങ അത് നമ്മൾ ഫ്രോസണായിട്ട് തന്നെ കൂടുതൽ വാങ്ങിക്കാറ്. അപ്പോൾ അത് കണ്ടു. അതേപോലെ തന്നെ ഞാൻ അപ്പോൾ അങ്ങനത്തെ ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങൾ നോക്കിയപ്പോൾ ഫ്രോസൺ കപ്പ ഉണ്ട്. ഞങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കപ്പയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. എങ്കിലും ഫ്രോസൺ ആയിട്ടുള്ള അത്യാവശ്യം ഉപയോഗിക്കാം. ജാക്ക് ഫ്രൂട്ടിൻ്റെ കുറച്ച് ഐറ്റംസ്, അതിൽ കുറച്ച് വെജിറ്റബിൾസ്, നമ്മുടെ നാട്ടിലത്തെ കുറച്ച് വെജിറ്റബിൾസ് ഫ്രോസൺ ആയിട്ടും വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയത് ഫ്രോസൺ ആയിട്ടുള്ള പൊറോട്ട. അപ്പോൾ അതുതന്നെ കുറേ കമ്പനികളുടെ പൊറോട്ട ഫ്രോസൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ അധികം കൺസ്യൂം ചെയ്യാത്തൊരു സാധനമാണ് പൊറോട്ട. പക്ഷേ വല്ലപ്പോഴൊക്കെ നമ്മൾ ഒരു പാക്കറ്റൊക്കെ നമ്മൾ വാങ്ങിച്ച് ഫ്രീസറിൽ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസിക്കോ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാനായിട്ടാണ്. പിന്നെ അമ്മച്ചി ഒരു കപ്പലണ്ടി മിഠായി കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മളെല്ലാ പ്രൊഡക്റ്റുകളും അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ബില്ലിങ്ങിന് പോയി. അതിനിടയിൽ വേറൊരു പ്രൊഡക്റ്റ് കപ്പലണ്ടി മിഠായി ഇത് മതി എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടുവന്നു. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും അവിടെ കൊടുത്തു. അവിടുത്തെ കസ്റ്റമർ സർവീസ് എന്ന് പറയാനായിട്ട് നമുക്കറിയില്ല. പക്ഷേ പുള്ളിക്കാരത്തി എല്ലാ ബില്ലിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ എൻ്റെ പ്രൈസും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനവിടെ ക്യാഷാണ് പേ ചെയ്തത്. അപ്പോൾ അതിനിടയിൽ ക്യാഷിൽ നേർന്ന ചേച്ചി എല്ലാ സാധനങ്ങളും മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്, എല്ലാം ബില്ല് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് പറഞ്ഞു. നമ്മളൊക്കെ അതിന് ക്യാഷ് കൊടുത്തു. ഇന്നത്തെ പർച്ചേസും പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റ അതിനിടയിൽ ഒരു ജ്യൂസും കൂടി വാങ്ങിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾക്കൊരു 2-3 ആഴ്ചത്തേക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളെല്ലാം ആയി. ഞങ്ങൾക്ക് $131 ചിലവായത്. നാട്ടിലത്തെ ഏകദേശം $8,000 രൂപ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. എല്ലാ മച്ചാന്മാരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.